പോയി തണുപ്പ് മാറ്റാമായിരുന്നു. രാഘവോ രാജപ്പോ ராகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? അടുക്കരുത്, കുത്തും ഞാൻ കുത്തും. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മാടമ്പള്ളി തറവാട്ടിൽ അസമയത്ത് വരരുതെന്ന്. എടോ, ഇത് പ്രേതബാധയുള്ള വീടാണ്. ആരാണത്? അതെ, ഒരു മൂങ്ങ മൂളിയതാ. മൂങ്ങയായാലും തേങ്ങയായാലും വേഗം ഇവിടുന്ന് പൊയ്ക്കോളണം, ഇല്ലെങ്കിൽ ബലാത്സംഗം ഉറപ്പ്. പാവം മൂങ്ങ പേടിച്ചുപോയി. തമ്പിയളിയോ, ദേ നകുലം കുഞ്ഞെത്തി. നകുല, എവിടെ പോയിരുന്നു ഈ അസമയത്ത്? അമ്മാവ, ഞാനൊന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിരുന്നു. അവിടെ അമേരിക്കക്കാവിൽ നിന്നും എന്റെ ഫ്രണ്ട് ഡോക്ടർ സണ്ണി വന്നിട്ടുണ്ട്. ഡോക്ടർ സണ്ണിയോ? എന്നിട്ട് എവിടെയവൻ? സണ്ണി, സണ്ണി. ഓഹോ, ഇവനാണോ ഡോക്ടർ സണ്ണി? അതെ അമ്മാവ. എന്താ ഇവന്റെ മുണ്ടുരിഞ്ഞു പോയോ? ഇത് അമേരിക്കക്കാവിലെ ഫാഷനാണ്. ഫാഷൻ. നകുല, ഈ നിൽക്കുന്ന ആൾക്കാണോ ബാധ? അത് ബാധ പോയിട്ട് ബോധം പോലും ഇല്ലാത്തയാളാണ്. പിന്നെ ഇങ്ങേർക്കാണോ ബാധ? അതെന്റെ അമ്മാവനാണ്, അങ്കിൾ മാധുലൻ മാമ. അപ്പൊ പിന്നെ നിനക്കാണോ ബാധ? അയ്യോ, എനിക്കല്ലേ. ആർക്കും അല്ലെങ്കിൽ പിന്നെ എനിക്കായിരിക്കും ബാധ. ഏടോ കിഴങ്ങൻ ഡോക്ടറെ, ബാധ നിലവറയ്ക്കുള്ളിലാണ്. എന്ത്, നിലവിളക്കിനുള്ളിലോ? അല്ല, നിലവറയ്ക്കുള്ളിൽ. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഈ നിലവറ നകുലന്റെ ഭാര്യ ഗംഗപുരം. അതിനുശേഷമാണ് ഈ അനർത്ഥങ്ങൾ വീട്ടിലുണ്ടായത്. ഇതാ താക്കോൽ, നിങ്ങൾ തന്നെ നിലവറ തുറന്നോളൂ. ഇങ്ങനെ വീടിനും ചുവരിനും ധൈര്യശാലിയായി ഞാൻ ഒറ്റയ്ക്ക് പോയെന്ന് നോക്കട്ടെ. അയ്യോ, എന്റെ അമ്മ, എന്തു പറ്റി? ഒരു പൂച്ച. ഞാൻ പേടിച്ചുപോയി. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നിലവറ ഞാൻ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുകയാണ്. തന്റെ ഒരു ഒടുക്കത്തെ മണിച്ചിത്രത്താഴ്. ഇതൊന്നുമില്ലാതെ 5 രൂപയുടെ താഴെയിട്ട് അവളെ പൂട്ടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.